വർഷം 1957 ബ്രസീലിലെ ഒരു പരീക്ഷണശാല. അവിടെ നിന്ന് 26 റാണി തേനീച്ചകൾ അബദ്ധത്തിൽ പുറത്തു ചാടുന്നു. ആരും അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ആ ഒരു ചെറിയ പിഴവിൽ നിന്ന് ജനിച്ചത് ലോകത്തെ തന്നെ വിറപ്പിച്ച ഒരു പുതിയ കൂട്ടമായിരുന്നു കില്ലർ ബീസ് അഥവാ കൊലയാളി തേനീച്ചകൾ. നൂറ്റാണ്ടുകളായി ദക്ഷിണാമേരിക്കയിൽ യൂറോപ്പിൽ നിന്നുള്ള സാധുക്കളായ തേനീച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. കൃഷിയിടങ്ങളിലും പൂന്തോട്ടങ്ങളിലും മാത്രം ഒതുങ്ങിയിരുന്നവ ആർക്കും ഒരു ശല്യമായിരുന്നില്ല. എന്നാൽ ബ്രസീലിലെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ അവയ്ക്ക് വേണ്ടത്ര തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയാണ് ചരിത്രം മാറുന്നത്. കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള പുതിയൊരു ഇനം തേനീച്ചയെ സൃഷ്ടിക്കാൻ ബ്രസീൽ സർക്കാർ തീരുമാനിച്ചു. ഈ ദൗത്യം വാർവിക് എസ്റ്റവാങ്കർ എന്ന ശാസ്ത്രജ്ഞനെ ഏൽപ്പിച്ചു. ആഫ്രിക്കൻ കാടുകളിൽ ചൂടിനെ അതിജീവിച്ച് ധാരാളം തേനുണ്ടാക്കുന്ന തേനീച്ചകളെയും യൂറോപ്യൻ തേനീച്ചകളെയും തമ്മിൽ ഇണചേർത്ത് പുതിയൊരു സങ്കരയിനത്തെ ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ 1957 സാവോപോളോയിലെ ഒരു പരീക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ഒരു വലിയ അബദ്ധം സംഭവിച്ചു. ആഫ്രിക്കൻ റാണി തേനീച്ചകളെ സുരക്ഷിതമായി അടച്ചിട്ടിരുന്ന കൂട്ടിൽ നിന്ന് ആ 26 റാണി തേനീച്ചകളും രക്ഷപ്പെട്ടു. പുറത്തെത്തിയ അവ അവിടെയുണ്ടായിരുന്ന യൂറോപ്യൻ ആൺ തേനീച്ചകളുമായി ഇണചേർന്നു. ബ്രസീലിന്റെ കാലാവസ്ഥയുമായി എളുപ്പത്തിലിണങ്ങിയ ആ പുതിയ തലമുറ അതിവേഗം പെരുകി. പിന്നീട് അവയെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിഞ്ഞില്ല. ഈ പുതിയ ഇനത്തെ ആളുകൾ ഭയത്തോടെ കില്ലർ ബീസ് അഥവാ കൊലയാളി തേനീച്ചകൾ എന്ന് വിളിച്ചു. എന്നാൽ ഇവയുടെ വിഷത്തിന് മറ്റ് തേനീച്ചകളേക്കാൾ ശക്തി കൂടുതലൊന്നുമില്ല എന്നതാണ് സത്യം. പിന്നെ എന്താണ് ഇവയെ ഇത്ര അപകടകാരികളാക്കുന്നത്? അവയുടെ സ്വഭാവം തന്നെ. ആഫ്രിക്കൻ കാടുകളിൽ തെൻകരടിയുടെയും ഉറുമ്പുകളുടെയും ഒക്കെ നിരന്തരമായ ആക്രമണങ്ങളെ നേരിട്ട് ശീലിച്ചവയാണവ. അതിനാൽ സ്വന്തം കൂടിന് നേരെ ഒരു ചെറിയ അനക്കമുണ്ടായാൽ പോലും അവ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കും. സാധാരണ തേനീച്ചകൾ 1-2 തവണ കുത്തുമ്പോൾ ഈ ആഫ്രിക്കൻ സങ്കര ഇനങ്ങൾ ശത്രുവിനെ കിലോമീറ്ററുകളോളം പിന്തുടർന്ന് 100 കണക്കിന് തവണയാണ് കുത്തുക. മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ഇത് പലപ്പോഴും താങ്ങാൻ കഴിയില്ല. ബ്രസീലിൽ നിന്നും തുടങ്ങിയ ഇവയുടെ ജൈത്രയാത്ര അതിവേഗത്തിലായിരുന്നു. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും കടന്ന് അവ വടക്കോട്ട് നീങ്ങി. വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി 1990കളോടെ അവ അമേരിക്കൻ ഐക്യനാടുകളിലെ ടെക്സസിലെത്തി. അവിടെ വെച്ച് ഈ തേനീച്ചകളുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതോടെ മാധ്യമങ്ങൾ ഇവയെക്കുറിച്ച് വലിയ വാർത്തകൾ നൽകി. ഇന്ന് അമേരിക്കയിലെ 13ഓളം സ്റ്റേറ്റുകളിൽ ഇവയുടെ സാന്നിധ്യമുണ്ട്. ഇത്രയൊക്കെ വ്യാപിച്ചെങ്കിലും അവയ്ക്ക് അമേരിക്കൻ വൻകര മുഴുവൻ കീഴടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം തണുപ്പാണ്. കൊടും തണുപ്പിനെ അതിജീവിക്കാൻ ഈ ആഫ്രിക്കൻ വംശജർക്ക് കഴിയില്ല. എന്നാൽ ആശ്വസിക്കാൻ വകയില്ല. ആഗോളതാപനം കാരണം ഭൂമിയിലെ ചൂട് വർദ്ധിക്കുന്നതിനാൽ ഭാവിയിൽ ഇവ കൂടുതൽ വടക്കൻ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചേക്കാമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സങ്കരയിനം തേനീച്ചകളെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നത് ഇനി അസാധ്യമാണ്. എന്നാൽ തേനീച്ച കർഷകർ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. യൂറോപ്യൻ ആൺ തേനീച്ചകളെ കൂടുതലായി വളർത്തുകയും റാണി തേനീച്ചകളെ കൃത്യമായി മാറ്റുകയും ചെയ്തുകൊണ്ട് ഇവയുടെ ആക്രമണ സ്വഭാവം കുറച്ചുകൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കില്ലർ ബീസിന്റെ തേനിന് ഡിമാൻഡ് കൂടുതലാണ്. തേനീച്ചകൾ അപകടകാരികളാണെങ്കിലും അവ ശേഖരിക്കുന്ന തേൻ അതിവിശിഷ്ടമാണ്. കാടുകളിലെ വൈവിധ്യമാർന്ന പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്നതുകൊണ്ട് ഇതിന് പ്രത്യേകതരം സ്വാദാണുള്ളത്. ഊർജവും പോഷകങ്ങളും നിറഞ്ഞ ഈ തേൻ ആരോഗ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെ തേനിന് ആവശ്യക്കാരും കൂടുതലാണ്. സബ്സ്ക്രൈബ് മല്ലുമണി മാറ്റേഴ്സ് ഫോർ മോർ വീഡിയോസ്.